വർണ്ണമേതാണെങ്കിലും വലഖദ് കറംനാ ബനി ആദം സന്തതികളായ ഈ പ്രപഞ്ച ലോകത്തെ പ്രസക്ത ജീവിതത്തിന്റെ ഉടമകളായ മനുഷ്യകുലത്തിന് അല്ലാഹു വലിയ പ്രാധാന്യവും ആദരവും കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മതത്തിന്റെയും മറ്റ് വേലിക്കെട്ടുകളുടെയും അപ്പുറത്ത് മനുഷ്യത്വം എന്ന മാനവികതയുടെ മനോഹാരിതയിൽ നിന്നുകൊണ്ട് മനുഷ്യനെ കക്ഷിത്ത രാഷ്ട്രീയ സംഘടനാ ബന്ധങ്ങൾക്കപ്പുറത്ത് മാനവികതയുടെ മുഖം കൊണ്ട് നോക്കിക്കാണാൻ ഈ ലോകത്തെ ഏറ്റവും സമുന്നതമായ സന്ദേശവും സംസ്കാരവും കൈമാറിയ മതമാണ് ഇസ്ലാം. മാത്രമല്ല അല്ലാഹുവിന്റെ ഖുർആൻ ഈ ലോകത്തോട് പഠിപ്പിച്ചത് എന്താണ്? ഒരു മനുഷ്യനെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ നാസ് എന്നാണ് ഖുർആൻ പറഞ്ഞത്, നിന്റെ മതക്കാരൻ എന്ന് മാത്രമല്ല. ഒരു മനുഷ്യനെ എങ്ങാനും ഈ ഭൂമുഖത്ത് വെച്ച് അറുകൊല നടത്താൻ നിന്റെ കൈത്തലങ്ങൾ കാരണമായി കഴിഞ്ഞാൽ സകലമാന മനുഷ്യരുടെയും കഴുത്തറുത്ത കാബാലികന് തുല്യമാനാണ് നീ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ലോകത്തെ മുഴുവൻ മാനവരാശിയോടുമുള്ള ജീവന്റെ വില പഠിപ്പിച്ച ഖുർആൻ, അതേ ഖുർആനിൽ ഒന്നുകൂടി എടുത്തു പറയുന്ന ഗൗരവപ്പെട്ട ആശയമുണ്ട്. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദാ ഒറ്റക്കുത്തിന് അബ്ദുറഹ്മാൻ ഔഫിന്റെ മാറിടം പിളർത്താൻ ഒരു കാബാലികനെ കഴിയണമെങ്കിൽ ഏത് പാർട്ടി ക്ലാസ്സിൽ വെച്ചാണ് ഇത്രയും വിദഗ്ധമായി മനുഷ്യനെ കൊല്ലാൻ പ്രിയപ്പെട്ട ആദരണീയരായ ശിഹാബ് തങ്ങളെ അങ്ങയുടെ അണികൾക്ക് അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കാറുള്ളത്? അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കൾ അവിടുത്തെ അണികൾക്ക് എപ്പോഴും ഏത് ക്ലാസ്സിൽ വെച്ചുകൊണ്ടാണ് താലിബാനിന്റെ ക്രൂരതയെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ഒറ്റക്കുത്തുകൊണ്ടൊരു മനുഷ്യനെ കൊലപ്പെടുത്താനുള്ള വൈദഗ്ധ്യം നിറഞ്ഞ ക്ലാസ് അവിടെ നിന്നാണ് കൊടുക്കാറുള്ളത്? ഒരണ്ണാച്ചിക്കോഴിയെ കൊല്ലണമെങ്കിലും വേണ്ടേ നമ്മൾ ചെറിയൊരു റിസ്ക് എടുക്കുക. ആ ഒരു വില പോലും കൊടുക്കാതെ മനുഷ്യനെ കൊല്ലാൻ ഏത് ക്ലാസ്സിലാണ് ഇവർക്ക് പരിശീലനം നൽകപ്പെടുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഈ കവലയിൽ എന്നെ കേൾക്കുന്ന ദുഃഖസാന്ദ്രമായ ഈ പരിസരങ്ങളിലെ വീടിന്റെ അകത്തളങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്, ഏതാനും കാലങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഒരു സ്വലാത്തിന്റെ വാർഷികത്തിനാണെന്ന് തോന്നുന്നു വിനീതനായ ഞാൻ വന്ന് വഅദ് പറഞ്ഞപ്പോൾ ആ വഅദ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഉമ്മമാരെത്രയാണ്. ആ ഉമ്മമാര് രാഷ്ട്രീയം നോക്കി ആ പരിപാടിക്കെത്തിയവരല്ല. ആ ഉമ്മമാര് ആ പരിപാടിയിൽ പങ്കെടുത്തത് സംഘടന നോക്കിയിട്ടല്ല. ഈ പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്ന് അവരുടെ പാരത്രികമായ ലോകത്തേക്ക് പര്യാപ്തമായ ഉപകാരപ്രദമായ നന്മകളാണ് കഴിഞ്ഞ കാലങ്ങളെല്ലാം പകർന്നു നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്ന ഉമ്മമാർ അന്ന് വളരെ സന്തോഷത്തോടെ സംഘാടകർ പറഞ്ഞു, ഉസ്താദേ, ഈ പരിപാടിയിൽ ഈ നാട്ടിലെ മുഴുവൻ സംഘടനക്കാരുമുണ്ട്, ഈ നാട്ടിലെ മുഴുവൻ പാർട്ടിക്കാരുമുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നല്ല വഅദും ദുആയും കഴിഞ്ഞുപോയ ആ പരിപാടിക്ക് ശേഷവും അതിന്റെ സംഘാടകരായി നിന്ന ഒരു പണ്ഡിതനെ കയ്യേറ്റം ചെയ്യാൻ ഒരു വിഭാഗം ആളുകളുടെ മനസ്സു പാകപ്പെട്ടു എന്ന് അന്ന് ഞാൻ കേട്ട വാർത്ത ഈ സമയത്ത് ഞാൻ ഓർത്തുപോവുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, മനഃപൂർവ്വമായി ഒരു മനുഷ്യനെ, ഒരു വിശ്വാസിയെ ഒരാൾ കൊലപ്പെടുത്തിയാൽ ഫജസാഉഹു ജഹന്നം, അവന്റെ വാസസ്ഥലം നരകമാണ്. ആ നരകമാകുന്ന വാസസ്ഥലത്തവൻ അവൻ ജീവിച്ചു കൊണ്ടിരിക്കേണ്ടത് കേവലം കുറഞ്ഞ കാലങ്ങളല്ല. ഫജസാഉഹു ജഹന്നമ ഖാലിദാ, വളരെ നീണ്ട കാലയളവുകളിൽ ആ നരകത്തിൽ അവൻ കഴിച്ചുകൂട്ടണമെന്ന് പറഞ്ഞവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുകയാണ്, വളിബല്ലാഹു അലൈഹി, ഒരു സത്യവിശ്വാസിയായ മനുഷ്യനു നേരെ കടാര ഇറക്കി കൊലപ്പെടുത്തിയ ആ മനുഷ്യന് നരകമുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിർത്താതെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വളിബല്ലാഹു അലൈഹി, അവന്റെ മേൽ അല്ലാഹുവിന്റെ കോപമുണ്ട്, അവന്റെ മേലിൽ അല്ലാഹുവിന്റെ ദേഷ്യമുണ്ട്. മാപ്പിളത്തറവാട്ടിൽ പറന്ന് മദ്രസാ പുസ്തകങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ പാഠഭാഗങ്ങൾ പഠിച്ച് നരകവും സ്വർഗവും ഒക്കെ പ്രാഥമികമായി പഠിച്ചെന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, മതവും സംഘടനയും എല്ലാം നമുക്കുണ്ട്. ആ മതത്തെ നമ്മളെല്ലാവരും ഒരുപോലെ ഉൾക്കൊള്ളുന്നവരാണ്. ആ മതത്തിന്റെ അകത്ത് നമ്മൾ വിവിധ സംഘടനകളിൽ, രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നു.
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിൽ നമുക്ക് തർക്കമില്ല കേട്ടോ. നരകത്തെ കുറിച്ച് നമുക്കൊരിക്കലും അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹു പറയുന്നു നരകത്തിൽ അവൻ ധാരാളം കാലം കിടക്കേണ്ടി വരുമെന്ന്. അത് പറഞ്ഞു നിർത്താതെ അല്ലാഹുവിന്റെ കോപമുണ്ടെന്ന് വീണ്ടും എടുത്തു പറയുന്നു എന്ന് മാത്രമല്ല, ചോദിക്കട്ടെ, അബ്ദുറഹ്മാൻ ഔഫിന്റെ നെഞ്ചകത്തിലേക്ക് കടാരയിറക്കിയ മുസ്ലിം ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ കോപിക്കുന്ന മുഖവുമായി ആഖിറ ലോകത്ത് കടന്നു വരേണ്ടി വന്നാൽ അബ്ദുറഹ്മാൻ ഔഫിന്റെ രക്തത്തുള്ളികളെ കൊണ്ട് പാപഭംഗിലമായ കൈത്തലങ്ങളിലൂടെ പോലീസുകാർക്കിടയിലൂടെ നടന്നു പോകുന്ന, ഒരുപക്ഷെ വിവാഹം പോലും കഴിച്ചിട്ടില്ല, കഴിച്ചാൽ തന്നെ അധിക കാലമായിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ, ആ മുസ്ലിം ചെറുപ്പക്കാരന്റെ ജീവിതം തുലച്ചതാരാണ്? ആ മുസ്ലിം ചെറുപ്പക്കാരന് ഈ യൗവനത്തിന്റെ കാലത്ത് നാടിനും വീടിനും കുടുംബത്തിനും വലിയ സേവനങ്ങൾ ചെയ്യേണ്ട ഈ നല്ല കാലത്ത് അവന്റെ ജീവിതത്തെ കെട്ട കാലത്തിലൂടെ കൈപിടിച്ചു കൊണ്ടുപോയതേതാണ്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അബ്ദുറഹ്മാൻ ഔഫ് കൊല ചെയ്യപ്പെട്ടതിൽ ഈ സദസ്സിലുള്ളവർ സങ്കടപ്പെടുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഔഫിന്റെ ക്രൂരമായ കൊലപാതകം കേട്ട് കേരളത്തിൽ ലക്ഷക്കണക്കായ വിശ്വാസികൾ പൊട്ടിക്കരയുന്നുണ്ട്. ഇനിയൊരു മാതാവിനും ഇങ്ങനത്തെ ഗതികേട് വരല്ലേ എന്ന് കരളുരുകി പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കായ ഉമ്മമാരിവിടെയുണ്ട്. വ്യക്തമായി എനിക്കറിയില്ലെങ്കിലും വാർത്താ മീഡിയകളിലൂടെ കേട്ട വാർത്തകൾ വെച്ച് ഞാൻ അനുസ്മരിക്കുകയാണ്. ഈ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ പോലും 2 മാതൃഹൃദയമുള്ള വനിതാ മെമ്പർമാര് ആ ഒരു ക്രൂരമായ കൊലപാതകത്തിൽ മാതൃഹൃദയത്തിന്റെ വിതുമ്പലും വികാരവും പ്രകടിപ്പിച്ചുകൊണ്ട് ആ നിയമനിർമ്മാണത്തിന്റെ അകത്തളങ്ങളിൽ പ്രതിഷേധത്തിന്റെ തീജ്വാലകൾ പടർത്തിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇനിയും നമ്മുടെ ചെറുപ്പക്കാരൊരു ഘാതകരാകാൻ പാടില്ല. അബ്ദുറഹ്മാൻ ഔഫ് കൊല്ലപ്പെട്ടതിൽ ഞങ്ങൾ കരയുന്നുണ്ട്. ഏക മകനാകുന്ന അബ്ദുറഹ്മാൻ ഔഫിന്റെ ക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്തയോട് മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാതെ എങ്ങനെയാണത് പൊരുത്തപ്പെടിക്കാൻ കഴിയുക, എങ്ങനെയാണ് ആ ഉമ്മയെ സമാധാനിപ്പിക്കാൻ കഴിയുക എന്നറിയാതെ വേദനിക്കുന്ന ബന്ധുക്കളുണ്ട്. ആ പറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ പിതാവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത വിധവയായ ആ സഹോദരന്റെ ഭാര്യ കരയുന്നുണ്ട്. ആ കരച്ചിലുകൾക്കിടയിലും ഞങ്ങൾക്കൊരാശ്വാസമുണ്ട്. നേരത്തെ മുസ്ലിം ജമാഅത്തിന്റെ കാരണപരിവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു മുസ്ലിമിന്റെ ക്രൂരമായ കടാരക്ക് അബ്ദുറഹ്മാൻ ഔഫ് ബലിയാടായി മാറുമ്പോൾ, ഒരു ക്രൂരനായ മുസ്ലിം ചെറുപ്പക്കാരന്റെ കടാരക്ക് ബലിയാടായി അബ്ദുറഹ്മാൻ ഔഫ് അസ്രായിലുമായി സംവദിക്കുമ്പോ അബ്ദുറഹ്മാൻ ഔഫിന്റെ കണ്ടനാളങ്ങളിൽ നടന്നു വീണത് അല്ലാഹു അക്ബർ എന്ന വാചകമാണെങ്കിൽ, ആ തൗഹീദിന്റെ മന്ത്രം ഉരുവിട്ട അബ്ദുറഹ്മാൻ ഔഫിനെ കുറിച്ച് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അബ്ദുറഹ്മാൻ ഔഫിന്റെ ആ ശരീരത്തിലേക്ക് കടാര ഇറക്കിയ ചെറുപ്പക്കാരന്റെ മാതാവ് കരയുന്നുണ്ടാകും, ആ ചെറുപ്പക്കാരന്റെ കുടുംബവും കരയുന്നുണ്ടാകും. ഒരു അഭിശപ്തമായ സമയത്ത് ഒരു പച്ചപ്പതാക പിടിക്കാൻ ഏത് സമയത്താണ് റബ്ബേ എന്റെ മകന് മനസ്സ് തോന്നിപ്പോയത്? ആ പതാകയാണല്ലോ എന്റെ മകനെ ഇങ്ങനെ മൃഗീയമായ കൊലപാതകിയാക്കിയത് എന്ന് ആ ചെറുപ്പക്കാരന്റെ മാതാവ് കരയുന്നുണ്ടാകുമെന്ന് മാതൃഹൃദയമുള്ള ആ മാതാവിന്റെ മനസ്സ് കണ്ടുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്. എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഇനിയും നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ കൊലപാതകിയാകാൻ പാടില്ല, അങ്ങനെ ഒരു ക്രൂരനായി പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ വഅളിബല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ കോപമുണ്ടെന്ന് പറയുക മാത്രമല്ല, വീണ്ടും പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വലഅനഹു. അല്ലാഹുവിന്റെ വെറുപ്പിന്റെയും കോപത്തിന്റെയും ശാപത്തിന്റെയും എത്ര വാക്കുകളാണ്! കുറഞ്ഞ പദങ്ങളിലൂടെ വിശാലമായ ആശയ പ്രപഞ്ചം ഈ ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കൊടുക്കുന്ന ശൈലിയാണ് ഖുർആൻ. ആ ഖുർആനിൽ ഫജസാഉഹു ജഹന്നമ ഖാലിദ എന്ന് പറഞ്ഞാൽ തന്നെ പൂർണ്ണമാണ്. പക്ഷേ അവിടെ നിർത്താതെ അല്ലാഹുവിന്റെ ശാപത്തിന്റെ കോപത്തിന്റെ വാചകങ്ങൾ ഈ വാക്കുകളിൽ വീണ്ടും തുടരുകയാണ്. വലഅനഹു, അല്ലാഹു അവനെ ശപിക്കുകയാണ്. വഅദ്ദ ലഹു അദാബൻ അദീമാ, വലിയ ശാപം കിട്ടുമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്.
ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട്, ഈ കവലയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് അബ്ദുറഹ്മാൻ ഔഫിന്റെ ഘാതകരായ മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരോട്, ആ രാഷ്ട്രീയ പ്രവർത്തകർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന പ്രാദേശിക നേതാക്കളോട്, ഇന്നല്ലെങ്കിൽ നാളെ ആ പാർട്ടിയോട് ഒരു പക്ഷേ നിങ്ങൾക്ക് പിണങ്ങിപ്പോകേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾ പുറത്താക്കപ്പെട്ടേക്കാം. അറിയുമോ നിങ്ങൾക്ക് 2013 മണ്ണാറക്കാട് നടന്ന ക്രൂരമായ കൊലപാതകം നൂറുക്ക എന്ന് പറയുന്ന മദ്രസാധ്യാപകനെയാണ്, ഹംസക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനെയാണ് മാന്യമായൊരു മസ്ലഹത്ത് ചർച്ചയിലേക്ക് ക്ഷണിച്ചു വരുത്തി അവിടെയുള്ള വിദ്യുച്ഛക്തി ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് ഇരുട്ടിന്റെ മറവിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയത്. ആ ക്രൂരരായ കൊലപാതകികൾക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത CM സിദ്ദീഖ് എന്ന് പറയുന്ന അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ആ ക്രൂരമായ കൊലപാതകത്തിലെ 1-ാം പ്രതിയായി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട CM സിദ്ദീഖ് ഇന്ന് ആ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഔഫിനെ കൊല ചെയ്ത കൊലപാതകികളുടെ ഇടവും വലവും നിന്ന് ആ കൊലപാതകികൾക്ക് വേണ്ട കടലാസുകളിൽ നിർലജ്ജം ഒപ്പുവെച്ച് ആ കൊലപാതകികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളോട് വിനയത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത് വെല്ലുവിളികളല്ല. വിവേകപൂർണമായി ഏതെങ്കിലും ജീവിതത്തിന്റെ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഈ കൊലപാതകികളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് നാളെ ആ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ പുറത്താക്കപ്പെട്ടു പോയാൽ ഈ പാപത്തിന്റെ ശമ്പളം നിങ്ങൾ എവിടെ വെച്ചാണ് കൈപ്പറ്റുക എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? 2013 നൂറുക്ക എന്ന് പറയുന്ന മദ്രസാധ്യാപകനെയും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനായ ഹംസക്കയെയും ആ ഗ്രാമത്തിലെ സകലമാന മനുഷ്യരുടെയും കണ്ണുനീരൊപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ 2 മനുഷ്യരെ ക്രൂരമായി കൊല ചെയ്തതിന്റെ പേരിൽ
അറുകൊല ചെയ്തതിന്റെ പേരിൽ പ്രതികളുടെ പട്ടികയിൽ ഒന്നാം പ്രതിയായി ചേർക്കപ്പെട്ട അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ CM സിദ്ദീഖ് ഇന്ന് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വാർത്തകളാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മനുഷ്യരെ പച്ചക്ക് കൊലപ്പെടുത്തിയ ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ കൂടെ നിർത്തിയ ആ മുസ്ലിം ലീഗ് പാർട്ടി ഇപ്പോ കല്ലാങ്കുഴി എന്ന് പറയുന്ന വാർഡിൽ മഹാനായ നൂറുക്കയുടെയും ഹംസക്കയുടെയും രക്തമിറ്റി വീണ ആ ഗ്രാമത്തിലെ വാർഡിൽ ഇന്ന് മുസ്ലിം ലീഗ് പ്രസ്ഥാനം പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം പറഞ്ഞുകൊണ്ടാണ് CM സിദ്ദീഖിനെ പുറത്താക്കിയത്. 2 മനുഷ്യരെ കൊന്നതിന്റെ പേരിൽ ഒന്നാം പ്രതിയായി ചാർജ് ഷീറ്റ് നൽകപ്പെട്ട CM സിദ്ദീഖിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ കൂടെ നിർത്തിയ അതേ പാർട്ടിയാണ് സഹോദരങ്ങളെ പാർട്ടിയുടെ പരാജയത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, രാഷ്ട്രീയത്തെ നമ്മൾ രാഷ്ട്ര നിർമ്മാണമായി കാണുക, പകയുടേതായി കാണരുത്. ഈ ഗ്രാമത്തിൽ അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന ഞങ്ങളുടെ ധീരനായ ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പതാക പിടിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങളല്ലേ പ്രിയപ്പെട്ട ലീഗ് നേതാക്കളെ നിങ്ങൾ പരിശോധിക്കേണ്ടത്. ജീവിതത്തിന്റെ നല്ല സമയങ്ങളിൽ ചെറുപ്പക്കാലം മുതൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ കൃത്യമായി നിൽക്കാതെ പ്രവർത്തിച്ച അബ്ദുറഹ്മാൻ ഔഫിന് അങ്ങനെ നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കഴിഞ്ഞ വാർഡ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടതിന്റെ അരിശമാണ് നിങ്ങൾ തീർത്തതെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു സീറ്റ് ഒരു വോട്ട് കൊണ്ടോ അല്ലെങ്കിൽ തുച്ഛമായ വോട്ട് കൊണ്ടോ നിങ്ങൾ ജയിച്ചപ്പോഴെങ്കിലും മൃഗീയമായ ഭൂരിപക്ഷമില്ലാതെ ഒരു വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിലെങ്കിലും എങ്ങനെയാണ് ഇവിടെയുള്ള SSFകാർ നിങ്ങളുടെ എതിരിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇവിടെയുള്ള SYSകാർ നിങ്ങളുടെ ശത്രുപക്ഷത്തേക്ക് നിൽക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ വിവേകപൂർണമായ ഒരു കണക്കെടുപ്പും വിചാരണയും നിങ്ങളുടെ ആസ്ഥാനങ്ങളിൽ ഇരുന്ന് നിറഞ്ഞ മനസ്സോടെ നടത്താൻ നിങ്ങൾ തയ്യാറായിരുന്നുവെങ്കിൽ ഈ വാർഡ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തോൽവിയാകുമായിരുന്നില്ല ഉണ്ടാകുന്നത്. വിവേകപൂർണമായ സമീപനങ്ങളിലൂടെ ഈ പ്രസ്ഥാനത്തെ കൂടെ നിർത്താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ സുരക്ഷിതത്വ ബോധത്തിന്റെ മാത്രം കാരണമാണ് അബ്ദുറഹ്മാൻ ഔഫിനെ പോലെയുള്ളവർ ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടിയുടെ കൊടി പിടിച്ചിട്ടുണ്ടാവുക. ഞങ്ങളുടെ പ്രസ്ഥാനം ഈ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളുകൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ആളുകളല്ല. അതുപോലെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരെ നിരന്തരമായി കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നവരാണ്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ അനുബന്ധ സംഘടനകളും ഈ രാജ്യത്തെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമുള്ള എല്ലാവരുടെയും നേതൃത്വമായതുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ അതിന്റെ പേരിൽ മാറ്റി നിർത്തുകയല്ല, അവരെയും ചേർത്ത് പിടിച്ച് സംസ്കരിച്ചെടുത്ത് അവരൊക്കെണ്ടാവുന്ന നന്മകൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധനങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇനിയും ഈ ഗ്രാമം മറ്റൊരു ദുഃഖം കാണാൻ പാടില്ല. ഇനിയും ഈ കേരളത്തിന്റെ ഒരു ഗ്രാമത്തിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരനോ അല്ലാത്തവനോ കൊല ചെയ്യപ്പെടാൻ പാടില്ല. ആദരണീയരായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളോട് മനസ്സിന്റെ അടിത്തട്ടിൽ അങ്കുരിച്ച അവിടുത്തെ അഹ്ലുൽ ബൈത്തിന്റെ സകലമാന ആദരവുകളും വെച്ചുകൊണ്ട് പറയട്ടെ, തങ്ങളെ ഈ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഉണ്ടായ ഒരു ദൗർഭാഗ്യ അല്ലെങ്കിൽ ചരിത്രപരമായ ഒരു പിളർപ്പിന്റെ പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിനു ശേഷം ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും നടന്നു നീങ്ങിയ ദുർഘടമായ പാതകളുണ്ട്. വേട്ടയാടലുകളുടെ, കുറ്റപ്പെടുത്തലുകളുടെ, പരിഹാസങ്ങളുടെ, ക്രൂരതകളുടെ, കൊലപാതകങ്ങളുടെ കഥകൾ നേരത്തെ ആദരണീയരായ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ കഴിഞ്ഞകാല ഈ പ്രസ്ഥാനത്തിന്റെ പടയോട്ട പ്രാരംഭഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ എതിരാളികൾ നടത്തിയ സകല താണ്ഡവങ്ങളെയും എല്ലാം മറന്നേറ്റെടുത്ത് ഈ പ്രസ്ഥാനം നമ്മിലേക്ക് കൈമാറി തന്ന മഹൽ വ്യക്തിത്വങ്ങളാണ് മഹാനരായ കുറ്റമ്പാർ ഉസ്താദും വടശ്ശേരി ഉസ്താദും ഒക്കെയുള്ള ആലിമീങ്ങളും നേതാക്കളും. മഹാനായ കീലത്ത് മാസ്റ്ററെ പോലെയുള്ള, അണ്ടോണ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ ധാരാളം പണ്ഡിതന്മാരും പ്രബോധകന്മാരും, ആർന്നൂർ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ നിങ്ങളുടെ വേട്ടയാടലുകൾക്കിടയിലൂടെ ആദർശ വിശുദ്ധിയുടെ ആത്മധൈര്യം കൊണ്ട് നടന്നു നീങ്ങിയവരാണ്. അവർക്ക് ചേർന്നു നിന്ന ഞങ്ങളുടെ
ധാരാളം പ്രവർത്തകരെ നിങ്ങൾ കൊലപ്പെടുത്തിയ കഥ ഇവിടെ പറയപ്പെടുകയുണ്ടായി. ആദരണീയരായ തങ്ങളെ, യമനിൽ നിന്ന് കടന്നു വന്ന അലർമൗത്തിൽ നിന്ന് കടന്നു വന്ന സാദാത്തി പരമ്പരയെ ഈ ഉമ്മത്തിന്റെ ആധ്യാത്മിക വിളക്കുമാടങ്ങളായി കാണുന്നവരാണ് ഈ സമുദായത്തിലെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ. അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന ധീരനായ രക്തസാക്ഷി അറുകൊല ചെയ്യപ്പെട്ടതിന്റെ തീരാ ദുഃഖം പേറുന്ന അബ്ദുറഹ്മാൻ ഔഫിന്റെ കുടുംബത്തിലേക്ക് ആദരണീയരായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ കടന്നു വരുമ്പോൾ കൈപിടിച്ചു മുത്താൻ ആ അബ്ദുറഹ്മാൻ ഔഫിന്റെ കുടുംബത്തെ ഇപ്പോഴും പ്രേരിപ്പിക്കുന്നത് പ്രിയപ്പെട്ട തങ്ങളെ, ഞങ്ങളുടെ മനസ്സിലുള്ള അഹ്ലു ബൈത്തിനോടുള്ള ആദരവാണ്. മഹാനരായ സയ്യിദ് ജിഫ്രി തങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അഹ്ലു ബൈത്തിനോടുള്ള അഭിനിവേശത്തിന്റെ ആദരവിന്റെ പേരിൽ ഞങ്ങൾ അവിടുത്തെ അങ്ങേയറ്റം സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ്. ഞങ്ങൾ കാണുന്നുണ്ട് ആ അബ്ദുറഹ്മാൻ ഔഫിന്റെ നെഞ്ചിലേക്ക് കടാരയിറക്കിയ കൊലപാതകികളുടെ ഫോട്ടോകള്. ഒരു ഭാഗത്ത് അവർ SKSSFന്റെ കൊടി പിടിച്ചിട്ടുണ്ട്, മറുഭാഗത്ത് മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചിട്ടുണ്ട്. ഈ കവലയിലും കേരളത്തിലും ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുന്നി വിശ്വാസികളോട് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തട്ടെ, കാലങ്ങളായി പണ്ഡിതന്മാരെ വിമർശിച്ചുകൊണ്ട് അനിവാര്യമായി പറയേണ്ടി വരുന്ന പരിപാടികളിൽ ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും പങ്കെടുക്കേണ്ടി വന്നിട്ടില്ല. സുന്നി കവലകളിൽ നിന്ന് ശാന്തമാണ്. ഏറെക്കുറെ 2-3 വർഷമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ 2 വിഭാഗം നേതാക്കളുടെയും ഇടയിൽ മഞ്ഞുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമത്തിലെ സുന്നി ഗ്രാമങ്ങളിൽ, മഹല്ലുകളിൽ തണുത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന വിഭാഗീയതകൾ തണുത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ തണുപ്പിന്റെ പ്രകടനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ 10ഓളം വരുന്ന മുസ്ലിം ചെറുപ്പക്കാർ ഈ പ്രസ്ഥാനത്തിന്റെ വഴിയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് മറുഭാഗത്തെ സമസ്തയുടെ ഒരു പണ്ഡിതനും കടന്നു വന്നില്ലെങ്കിൽ മഹാനരായ അബ്ദുറഹ്മാൻ ഔഫിന്റെ വീട്ടിലേക്ക് ജിഫ്രി തങ്ങൾ പാപ്പ വന്നതിൽ നമുക്കൊരു വലിയ മെസ്സേജ് ഉണ്ട്. മഹാനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറയുന്ന മറുഭാഗത്തെ ആദരണീയനായ നേതാവ് ഈ അടുത്തിറക്കിയ ഒരു വീഡിയോയുണ്ട്. കൊലപാതകത്തിന്റെ ക്രൂരമായ മുഖങ്ങൾ അനാവരണം ചെയ്ത് അദ്ദേഹം ഇറക്കിയ വീഡിയോ ഒരു സൂചനയാണ്. കഴിഞ്ഞ 10 കൊലപാതകങ്ങളുടെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ പോലും ഇത്തരം ഒരു പ്രഭാഷണം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഞാൻ ഓർക്കുകയാണ്, മുനവ്വർ അലി തങ്ങൾ അബ്ദുറഹ്മാൻ ഔഫിന്റെ വീട്ടിലേക്ക് ആത്മാർത്ഥമായി കടന്നു വന്നതാണെങ്കിൽ ആദരണീയരായ ജിഫ്രി തങ്ങളെ പോലെയുള്ളവരുടെ സാന്നിധ്യം ആ വീട്ടിലുണ്ടായത് ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ കൊലപാതകങ്ങളിൽ ഈ ഖുർആനിൽ ഒരു ആയത്ത് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോഴെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ തങ്ങൾ ഉണ്ടാക്കിയ SKSSFന്റെ പതാക പിടിച്ചു നിൽക്കുന്ന കൊലപാതകികളുടെ മുഖത്ത് നോക്കി ഖുർആനിലെ ആയത്തോടാനുള്ള വിശാല മനസ്സുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ശുഭസൂചനയാണ്. നമ്മൾ കഴിഞ്ഞ കാലം പറഞ്ഞത് കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, സ്വാഗതം ചെയ്യുകയാണ്. ആ സുന്നി സംഘടനകളെ ഇനിയും തമ്മിലടിപ്പിച്ച് വിഭാഗീയവൽക്കരിച്ച് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇത്തരം കൊലപാതകങ്ങൾ അങ്ങനെ സുന്നികളുടെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും വരവെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും നമ്മൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഞാനൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇരുട്ടിന്റെ മറവിൽ ഈ രാജ്യത്തെ മുസ്ലിം ചെറുപ്പക്കാരെ ക്രൂരമായ കലാര പരിപാടികളിലേക്ക്, ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന SDPIയെയും NDF-നെയും കേരളത്തിന്റെ പൊതുവേദികളിൽ നഖശികാന്തം എതിർത്തുകൊണ്ടിരിക്കുന്ന KM ഷാജി എന്ന് പറയുന്ന ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് അറിഞ്ഞിട്ടുണ്ടോ ഈ പഴയ കടപ്പുറത്തൊരു മുസ്ലിം ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടത്? NDF-കാരെ അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ SDPIക്കാർക്ക് റോൾ മോഡലാകുന്ന രീതിയിലാണ് KM ഷാജി അങ്ങയുടെ അണികൾ ഞങ്ങൾ അബ്ദുറഹ്മാൻ ഔഫിനെ കൊലപ്പെടുത്തിയത്. ഒരുപക്ഷെ ഒറ്റക്കുത്തിനൊരു മനുഷ്യന്റെ ജീവനെടുക്കാനുള്ള പരിശീലനം അങ്ങയുടെ മുസ്ലിം യൂത്ത് ലീഗുകാർക്ക് കഴിയുന്നത് പോലെ NDF-കാർക്ക് കഴിയുമെന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചു പറയാൻ കഴിയില്ല. ഇനിയും ഞാൻ ചോദിക്കട്ടെ, PK ഫിറോസ് എന്ന് പറയുന്ന കേരളത്തിന്റെ കവലകളിലൂടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ യാത്ര നടത്തിയ ഒരാളും ഈ രാജ്യത്തിന്റെ കവലകളിൽ കൊല ചെയ്യപ്പെടാൻ പാടില്ലെന്ന് തങ്ങളുടെ അണികളാൽ 2 മനുഷ്യർ ഒരു കുടുംബത്തിൽ നിന്ന് കൊല ചെയ്യപ്പെട്ട മണ്ണാർക്കാട് പട്ടണത്തിൽ വെച്ച് പ്രസംഗിച്ച PK ഫിറോസ് സാഹിബ് അങ്ങറിഞ്ഞിട്ടുണ്ടോ അങ്ങയുടെ
അങ്ങയുടെ അണികളാണ് അബ്ദുറഹ്മാൻ ഔഫിന്റെ നെഞ്ചിലേക്ക് കടാര ഇറക്കിയത്. ആ യാത്രയിൽ അങ്ങ് ഉച്ചരിച്ച വാചകങ്ങൾക്ക് അർത്ഥമുണ്ടോ പി കെ ഫിറോസ്? ആ യാത്രകളിൽ കടാര രാഷ്ട്രീയത്തിനെതിരെ അങ്ങുണ്ടാക്കിയ ഒച്ചപ്പാടുകൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ മഹാനായ അബ്ദുറഹ്മാൻ ഔഫിന്റെ വധം അറിയുമ്പോ 2 വരിയിലെങ്കിലും അങ്ങയുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് പ്രതിഷേധിക്കാൻ അങ്ങേക്ക് കഴിയുമായിരുന്നില്ലേ? ആദരണീയരായ മുനവ്വർ അലി തങ്ങളെ, അങ്ങ് ഇവിടെ വന്നത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കാണുകയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വന്ന് അങ്ങ് തിരിച്ചുപോയിട്ട് അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും മുഖപുസ്തകത്തിൽ പങ്കുവെക്കുന്ന അങ്ങ് അബ്ദുറഹ്മാൻ ഔഫ് കൊല ചെയ്യപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുമ്പോ അങ്ങ് ക്രൈസ്തവ സഹോദരന്മാരുടെ അരമനകളിൽ പോയി ക്രിസ്തുമസ് ആഘോഷത്തിലായിരുന്നു. അബ്ദുറഹ്മാൻ ഔഫിന്റെ ജനാസ അവിടുത്തെ വീട്ടിൽ കിടത്തുമ്പോഴും ക്രൈസ്തവ സഹോദരങ്ങളുടെ അരമനകളിൽ നിങ്ങൾ ക്രിസ്തുമസ് ആഘോഷങ്ങളിലാണ്. ആ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ മുഴുവൻ ഫോട്ടോകളും അങ്ങയുടെ മുഖപുസ്തകത്തിലുണ്ട്. തങ്ങളെ, അങ്ങ് മുനവ്വർ അലി തങ്ങളെ, അങ്ങ് ഈ പ്രദേശം വരെ യാത്ര ചെയ്തു വന്ന് ആ കുടുംബത്തെ സന്ദർശിച്ച ഒരു ഫോട്ടോ അങ്ങയുടെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നുവെങ്കിൽ ഇനിയൊരു കൊലപാതകത്തിന് വേണ്ടി കടാര പിടിക്കുന്ന അങ്ങയുടെ അണികള് ചിന്തിച്ചു പോകില്ലേ നേതാക്കൾ കൂടെ ഉണ്ടാവുകയില്ല എന്ന്? എന്തേ അങ്ങനെ ഒരു ഫോട്ടോ നിങ്ങളുടെ ഫേസ്ബുക്കിൽ കാണാഞ്ഞത്? തീർന്നില്ലല്ലോ തങ്ങളെ. ആ അബ്ദുറഹ്മാൻ ഔഫിന്റെ കൊലപാതകം വാർത്ത കേട്ടിട്ട് 2 വരിയിൽ അങ്ങയുടെ മുഖപുസ്തകത്തിൽ ഒന്നും പ്രതിഷേധിക്കാൻ അങ്ങേക്ക് സാധിച്ചില്ല. എന്നാൽ നെയ്യാറ്റിൻകരയിൽ ക്രൂരമായ ഒരു ആത്മഹത്യ നടന്നു. അതും കേരളത്തിന്റെ മനുഷ്യത്വത്തെ ലജ്ജിപ്പിക്കുന്ന ആത്മഹത്യയാണ്. ആ ആത്മഹത്യയുടെ ഉത്തരവാദികള് ഈ പ്രബുദ്ധരെന്ന് അഹങ്കരിക്കുന്ന മലയാളികൾ മുഴുവനുമാണ്. ഇന്നും നമ്മുടെ അയൽപക്കത്ത് വീടില്ലാത്തവനുണ്ട്, കുടിയിറക്ക് ഭീഷണി അഭിമുഖീകരിക്കുന്നവരുണ്ട്. നാളെ ഒരു ആത്മഹത്യയിലേക്ക് അവർ എടുത്തു ചാടിയിട്ട് മാത്രം അവരെ കുറിച്ച് കരയാനാരും നിൽക്കേണ്ടതില്ല. നെയ്യാറ്റിൻകരയിലെ ആ ആത്മഹത്യ വാർത്ത കേട്ടപ്പോ മഹാനരായ മുനവ്വർ അലി തങ്ങളെ, അങ്ങയുടെ മുഖപുസ്തകത്തിൽ ഞങ്ങൾ കരയുന്നത് കണ്ടിട്ടുണ്ട്, അങ്ങയുടെ വിലാപം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, മനുഷ്യത്വത്തിന്റെ വില പറഞ്ഞുകൊണ്ടുള്ള വികാരപ്പെടലുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തേ തങ്ങളെ, ഞങ്ങൾ അബ്ദുറഹ്മാൻ ഔഫ് കൊല ചെയ്യപ്പെട്ടിട്ട് ഒരക്ഷരം കൊണ്ടെങ്കിലും ഒരു മനുഷ്യത്വത്തിന്റെ വികാരം പങ്കുവെക്കാൻ എന്തുകൊണ്ട് അങ്ങേക്ക് സാധിച്ചില്ല? കുറ്റപ്പെടുത്താൻ പറയുകയല്ല. ഈ സമുദായത്തിലെ വലിയൊരു വിഭാഗം ആദരിക്കുന്ന പാണക്കാട് കൊടപ്പനക്കൽ തറവാടിനോട് യുദ്ധം ചെയ്യൽ ഞങ്ങളുടെ ലക്ഷ്യമല്ല. ആ കുടുംബത്തിന്റെ ബഹുമാനം 1 ഇഞ്ച് പോലും ഇടിച്ചു താഴ്ത്തൽ ഞങ്ങളുടെ ലക്ഷ്യമല്ല. എപ്പോഴെങ്കിലും ഞങ്ങളുടെ വാചകങ്ങളിൽ നിന്ന് ആ കുടുംബത്തെ അനാദരിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങളെ ശിക്ഷിക്കുന്നത് ആദരണീയരായ സുൽത്താനുലമയാണ്. നിങ്ങൾ ആക്ഷേപിക്കുന്ന സുൽത്താനുലമ, നിങ്ങൾ അവഹേളിക്കുന്ന സുൽത്താനുലമ ആ കാന്തപുരം ഉസ്താദാണ് നിരന്തരമായി ഞങ്ങളോട് ഉദ്ഘോഷിക്കുന്നത്. അഹ്ലു ബൈത്ത് ഏതു പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും അവരെ അംഗീകരിക്കാത്ത, അപമാനിക്കുന്ന വാക്കുച്ചരിച്ചു പോകരുതെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അങ്ങയെ നിസ്സാരപ്പെടുത്തൽ ഞങ്ങളുടെ ആഗ്രഹമല്ല. പക്ഷേ ഞങ്ങൾ ഈ ഉമ്മത്തിൽപ്പെട്ട അങ്ങയുടെ അണികളെ കൊണ്ട് ഇനിയും വേട്ടയാടപ്പെടുമ്പോ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു തങ്ങളെ, ഇതൊരു സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്, ഇതൊരു പ്രബുദ്ധ കാലഘട്ടമാണ്, ഇതൊരു സാക്ഷര കേരളമാണ്. ഇനിയെങ്കിലും ഈ സമുദായത്തിൽ ഇത്തരം കാപാലികരുണ്ടാവുകയില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു പോയിട്ടുണ്ട് തങ്ങളെ. എവിടെയാണ് ഈ പാപക്കറകൾ നിങ്ങൾ കൊണ്ടുപോയി തള്ളുന്നത്? അങ്ങയുടെ വല്ലിപ്പയല്ലേ തങ്ങളെ? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 23 കൊല്ലക്കാലം ഈ ലോകത്ത് മനുഷ്യത്വത്തിന്റെ മുഴുവൻ മനോഹാരിതയും ഈ ലോകത്തോട് പങ്കുവെച്ച് തന്റെ ജീവിതത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഹജ്ജത്തുൽ വദാഇന്റെ വേളയില് മഹാനായ മുത്തുനബി തങ്ങള്, ഹൈദർ അലി തങ്ങൾ പാപ്പയുടെ വല്ലിപ്പയായ മുത്തുനബി തങ്ങള്, മുനവ്വർ അലി തങ്ങളുടെ പിതാമഹരായ മുത്തുനബി തങ്ങള്, ആ തങ്ങൾ പറഞ്ഞ വാക്കില്ലേ, ഇന്നദിമാക്കും അംവാലക്കും ഹറാം. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്കൊരു വിശ്വാസിയുടെ രക്തം ഹറാമാണ് കേട്ടോ, അവന്റെ അഭിമാനം ഹറാമാണ് കേട്ടോ. ഏതുപോലെയാണ് എന്നറിയുമോ? ഒരു വിശ്വാസിയുടെ രക്തത്തിനും അഭിമാനത്തിനും വിലയുണ്ടെന്ന് ആ ചരിത്ര പ്രസിദ്ധ രംഗത്ത് അല്ലാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ചിട്ട് പറയുന്നത്, കഹുർമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പുണ്യം എത്രയുണ്ടോ, വഫീ ശഹരിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പവർ എത്രയുണ്ടോ, വഫീ
ബലദിക്കും ഹാദാ, വിശുദ്ധമായ ഹറമിനെ പോലെ, വിശുദ്ധമായ ദുൽഹജ്ജിനെ പോലെ, വിശുദ്ധമായ മക്കയെ പോലെ ഈ വിശ്വാസിയുടെ രക്തത്തിന് വിലയുണ്ടെന്ന് പഠിപ്പിച്ച ആ റസൂലുള്ള പറഞ്ഞ രക്തത്തില് അബ്ദുറഹ്മാൻ ഔഫിന്റെ രക്തം പെടില്ലേ തങ്ങളെ? ഈ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് മുഴുവനും ഞങ്ങൾക്കെതിരെയല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ? ഞങ്ങളുടെ അഭിമാനം എത്രയാണ് അങ്ങയുടെ അണികൾ തല്ലിത്തകർത്തതാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകരെ എത്രയാണ് അങ്ങയുടെ അണികൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. തങ്ങളെ ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരമുണ്ടാക്കണേ, ഇനിയും ഇതിനൊരു പരിഹാരമുണ്ടാക്കണേ. ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വംശഹത്യക്ക് വ്യവസ്ഥാപിത രൂപങ്ങൾ ഉണ്ടാക്കി വേരോടെ പിഴുതെറിയാൻ ഈ രാജ്യത്തെ സംഘപരിവാര ശക്തികൾ സകലമായ ആയുധങ്ങളും പുറത്തെടുക്കുമ്പോ ഡെമോക്രസിന്റെ വാള് പോലെ സംഘപരിവാരത്തിന്റെ ആയുധങ്ങൾ ഈ സമുദായത്തിന്റെ തലക്കുമീതെ തൂങ്ങിയാടുമ്പോ കേവലം ഒരു വാർഡിലെ തെരഞ്ഞെടുപ്പിന്റെ കാരണത്താൽ ഇത്രമാത്രം നിങ്ങൾ എന്തുകൊണ്ട് പ്രകോപിതരായി പോകുന്നു? ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പുണ്ടായാൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ എണ്ണം കൂട്ടലല്ല എന്ന് ആരാണ് ലീഗുകാരെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരിക? ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയം എന്ന് പറയുന്നത് എതിരാളികളുടെ എണ്ണം കൂട്ടലല്ല. കാഞ്ഞങ്ങാട് കൗൺസിലിൽ, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയില് എങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ രണ്ട് എതിരാളികൾ ഉണ്ടായത്? നിങ്ങൾ വിയർപ്പൊഴുക്കി, നിങ്ങൾ പണം ചെലവിട്ട്, നിങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തി, നിങ്ങൾ വിജയിപ്പിച്ച്, നിങ്ങൾ സ്വീകരണം കൊടുത്ത രണ്ടാളുകൾ എങ്ങനെയാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്കെതിരായത്? എങ്ങനെയാണ് ഈ രാജ്യത്ത് അബ്ദുറഹ്മാൻ ഔഫിന്റെ രക്തത്തുള്ളി ഇറ്റി വീണ ഈ വാർഡ് അടുത്ത കാലങ്ങൾ നിങ്ങളോട് ചരിത്രത്തിന്റെ തിരിച്ചടി തരികയില്ലേ? ഞങ്ങൾ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാഞ്ഞങ്ങാട് പ്രദേശം ഉൾക്കൊള്ളുന്ന അബ്ദുറഹ്മാൻ ഔഫിന്റെ രക്തത്തുള്ളി ഇറ്റി വീണ ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന ലോക്സഭാ മണ്ഡലത്തിലെ ആദരണീയരായ MP അവറുകളെ ഈ പ്രദേശത്ത് ഞങ്ങളെ ഒരു പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഔഫ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങ് ആ പ്രതികളെ കൈകാര്യം ചെയ്യാൻ നിയമപരമായി ഞങ്ങളുടെ കൂടെ നിൽക്കണേ. ഒഴിവുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്നവരെ ആശ്വസിപ്പിക്കണേ നേതാവേ. നിങ്ങൾ ഈ രാഷ്ട്രീയ കേരളത്തിൽ ആർജവമുള്ള നേതാവാണെന്ന് കരുതുന്നു. തൊട്ടടുത്ത പെരിയയിലെ 2 മനുഷ്യർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിന്റെ വൈകാരികത ഈ രാജ്യത്തെ ജനങ്ങൾ അങ്ങയുടെ കൂടെ തന്നിട്ടുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഗ്രാമത്തിലെ ജനങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഒരു കൊലപാതകം ഈ രാജ്യത്ത് നമുക്കിടയിലുള്ള ഇത്തരം വിഭാഗീയതകളിൽ നിന്ന് ഇനിയൊരു മുസ്ലിം ചെറുപ്പക്കാരൻ ഇത്തരം അപകടങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള തിരിച്ചറിവായി, അതിനുള്ള പ്രചോദനങ്ങളായി, അതിനുള്ള മാർഗങ്ങളായി മാറട്ടെ. മഹാനായ അബ്ദുറഹ്മാൻ ഔഫിന്റെ ആഖിറം